പുഴയിൽ നിന്നോ വീണ് പിടിക്കും. അന്തിയാകും നേരത്ത് അന്തിമാനം ചെമ്മാനം വളയിട്ടി കയ്യുകളൊക്കെ കയറു പിരിക്കും. വലയിട്ടി പുഴയിൽ നിന്നോ വീണ് പിടിക്കും. പറ്റില്ല, വേഗം വേഗം ചെയ്യണം. സമയം എത്രയാവുന്നു? അത് ശരിയാ, അവര് ഇപ്പൊ എത്തും. അപ്പോഴും നമ്മൾ കത്തിയ സൂചിയും പിടിച്ചോണ്ടിരുന്നാലേ അവർക്കത് മുഷിവാവും. ഇവര് ഒരുപാട് നേരം കാണുമോ? ഇത് കഴിഞ്ഞിട്ട് പഠിക്കണ്ടേ? തുല്യത പരീക്ഷ എത്താറായി. ഹലോ, അതെ അതെ, ഞാൻ തന്നെയാ. ഓ പറഞ്ഞേട്ടെ. ഞാൻ പറഞ്ഞേക്കാം. 60 ഉണ്ണിയപ്പോന്നും വേണ്ടേ? വേണ്ടെങ്കി വേണ്ട. പുതിയതൊക്കെ കാണണമെങ്കിലേ ഇങ്ങ് വരണം. അല്ലേ വാട്സാപ്പ് ഉണ്ടോ? ഞാൻ അതിന്റെ പടം പിടിച്ച് അങ്ങോട്ട് ഇടാം. വാട്സാപ്പ് ഉണ്ടല്ലോ അല്ലേ? എനിക്കും ഉണ്ട്. അതോട്ടാ. വെച്ചോ വെച്ചോ. ഓ പിന്നെ നാടൊന്ന് മുങ്ങിക്കുളിച്ച് വന്നപ്പോഴേ എന്തൊക്കെ മാറ്റം നോക്കണം. അവളുടെ ഒരു ഫോണും വാട്സാപ്പും. ഇത് വേണ്ടേ? അവന് വന്ന ഓർഡറാ. നിങ്ങൾക്ക് എല്ലാവരും വിളിയേ ഇതിലോട്ടാ വരണത്. എടാ എന്താ ഒരു ഡ്രീം കാച്ചിയത്? 60 മറ്റേ അങ്ങേർക്ക് വേണമെന്ന്. ഡ്രീം കാച്ചർ, ഇതിനങ്ങനെ അവര് വിളിക്കുന്നത്. ഓ അല്ലേലും നിനക്ക് തന്നെ കോള്. കൊറേ നൂല് വിരിച്ചു വെച്ചാലേ അത് വന്ന് വാങ്ങാനേ ആളുകളുള്ളൂ. എന്നാ നീയും കൂടിക്കോളി, നമുക്ക് ഒരുമിച്ചിരുന്ന് നൂല് വിരിക്കാം. അത് ചെയ്യാനേ വേണം അധ്വാനം, അല്ലേ? അല്ലേ? ഞാനേ കളിയാക്കിയതല്ല കേട്ടോ, നിങ്ങൾക്കും കൂടാം. നോക്ക്, എല്ലാരും വന്നായിരുന്നു. ഹലോ, ഇനിയുണ്ടോ? അത് തന്നെയാ നല്ലത്. അത് തന്നെയാ നല്ലത്. വരണോര് വരട്ടെ. അപ്പൊ നിങ്ങൾക്ക് കേൾക്കണം. ഒന്ന് മുങ്ങിക്കുളിച്ചിട്ട് നമ്മുടെ നാട് എങ്ങനെ ഇപ്പൊ എങ്ങനെ തലയും പൊക്കി നിൽക്കണമെന്ന് അവരെ കണ്ടോ നിങ്ങൾ? അവരെ പറ്റി പറയണം. അവരെ നമുക്ക് കിട്ടിയ കഥ പറയണം. കഥ മുഴുവൻ ഞങ്ങൾ പറയാം. പിന്നുണ്ടല്ലോ, മുങ്ങിക്കുളിച്ച് വന്ന ശേഷം ഞങ്ങൾ അല്പം നാടകവും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലെ ആനയും ഉറുമ്പും മനുഷ്യനുമൊക്കെ ഞങ്ങൾ കുറച്ച് അഭിനയിക്കുകയും ചെയ്യും. ഓ, ഇതൊക്കെ ഇപ്പൊ വിടാൻ വേണ്ട കാര്യം ഉണ്ടായിരുന്നോ? സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്നതല്ലേ? അതങ്ങനെയല്ലേ വരൂ. എപ്പോഴും ഫോണും പോയി നടക്കുന്നവർക്കൊക്കെ ഇപ്പൊ ബോധം കുറച്ച് കുറവാണ്. മതി മതി, നമുക്ക് കാര്യത്തിലോട്ട് വരാം. മതി മതി, നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? നിങ്ങൾ റെഡിയാ? നിങ്ങൾ റെഡിയാ? നമ്മുടെ കഥ കേൾക്കാൻ നിങ്ങൾ റെഡിയാ? ഈ ഗ്രാമത്തിന് അപ്പുറത്തുണ്ടൊരു ഗ്രാമം. അവിടെയുണ്ട് 3 കുട്ടികൾ. കിച്ചു, ലച്ചു, അപ്പു. കിച്ചു, ലച്ചു, അപ്പു. കിച്ചു, ലച്ചു, അപ്പു. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, നിനക്കങ്ങോട്ട് സമ്മതിച്ചാലെന്താ? അപ്പു, ഞാൻ പറഞ്ഞല്ലോ പറ്റില്ലാന്ന്. ഞാൻ എത്ര നേരം കൊണ്ട് ഇങ്ങനെ കെഞ്ചി ചോദിക്കുന്നു. കെഞ്ചിട്ടും കൊഞ്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, വേറെ ഒന്നും പറയാനില്ല. ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അപ്പു, ഇതൊക്കെ വീട്ടിലറിഞ്ഞാ പിന്നെ വല്ലാത്ത മുകിലാകും. വീട്ടിലൊന്നും അറിയാൻ പോണില്ല. എന്നെ വിശ്വാസം ഇല്ലേ? എന്തായി, വല്ലതും നടക്കോ? കിച്ചു, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. ചേട്ടാ, അപ്പൂന് കുഴപ്പമില്ല. നമുക്ക് രണ്ടുപേർക്ക് നല്ല കല്ല് കിട്ടും. എടി, അച്ഛനും അമ്മയും നാളെ കൂടി കഴിഞ്ഞിട്ടേ അവിടെ തിരിക്കോളൂ.
വീട്ടിലെത്തുമ്പോൾ മറ്റന്നാൾ രാവിലെ ആവും. ലച്ചു പോകുന്നെങ്കിൽ ഒരുമിച്ച്. അതിനല്ലേ ഇത്രയും നാൾ കാത്തിരുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ പുഴ തുടങ്ങുന്ന സ്ഥലം എത്തണം, ഒന്ന് കണ്ടുപിടിക്കണം, തിരിച്ചു വരണം, അത്രേ ഉള്ളൂ. എടി പൊട്ടി, നമ്മളുടെ ഈ പുഴയുടെ അരികു പിടിച്ചങ്ങ് നടക്കും. നടന്നു നടന്നു കുറച്ചെത്തുമ്പോൾ ദേ കാണുന്നു പുഴ തുടങ്ങുന്ന വാഴ. അപ്പൊ തന്നെ തിരിക്കുന്നു. നാളെ പുലരും മുമ്പ് വീട്ടിലെത്തും. അപ്പുറത്തെ വീട്ടുകാരെങ്കിലും നമ്മളതിലേക്ക് വന്നാലോ? കൊള്ളാം. അവരിന്നേവരെ നമ്മള് പട്ടിണിയാണോ എന്ന് ചോദിക്കാനെങ്കിലും വന്നിട്ടുണ്ടോ? ആ, ഇല്ല. അതെന്താ അങ്ങനെ? അതൊക്കെ വലിയ കഥയാ. അവിടെ എന്നും വലിയ പ്രാർത്ഥനയൊക്കെയാണ്. ദൈവത്തിൽ ലയിച്ചെന്നാണ് അവര് പറയുന്നത്. അപ്പു, എനിക്ക് ഇരുട്ട് പേടിയാണ് കേട്ടോ. എന്റെ കയ്യിൽ ഒരു ടോർച്ചും പിന്നെ ഒരു തീപ്പെട്ടിയുണ്ട്. തീ ഉണ്ടെങ്കിലേ ബാക്കി ഒക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പോകാം. പോകാം. നമ്മളിതാ പോകുന്നു. ലോകത്തിലെ ഏറ്റവും ശാന്തമായ സൗന്ദര്യമുള്ളതായ ഈ പുഴയുടെ ഗർഭം കാണാൻ. ചേട്ടാ, ചേട്ടൻ കവിതയൊക്കെ എഴുതോ? അയ്യോ, നശിപ്പിച്ച് നീ ഒന്ന് നടക്കോ. ഒക്കെ കണ്ടത് നടക്കോ? ഏറ്റവും വിറപ്പം ആണ്ടി വന്നപ്പോഴേ നേരെ നിൽക്കാൻ പോയത് അവരറിഞ്ഞോ? ഇവരൊക്കെ കഥ കേൾക്കാൻ വന്നിരിക്കുന്നവരാണ്. അവർ പുഴയുടെ അരികു മാറാതെ നടക്കുകയാണ്. അതെ, അവർ പുഴയുടെ അരികു മാറാതെ നടക്കുകയാണ്. അതെ, അവർ പുഴയുടെ അരികു മാറാതെ നടക്കുകയാണ്. നമുക്ക് നോക്കാം.
അപ്പു ടോർച്ച് കത്തിക്കണേ. ഇരുണ്ട് വരണുണ്ട്. എന്താടാ? അതെ, ഈ ടോർച്ച് എന്തോ സാരമില്ല, ശരിയാക്കാം. അങ്ങനെ ആ ഒരു പ്രതീക്ഷയും പോയി. ഞാൻ നേരത്തെ പറഞ്ഞതാ എനിക്ക് ഇരുട്ട് പേടിയാണെന്ന്. അപ്പൊ പറഞ്ഞു ടോർച്ച് ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോന്നൊക്കെ. ശരിയാണല്ലോടാ, നിന്റെ കയ്യിൽ തീപ്പെട്ടി ഉണ്ടല്ലോ. അതാണ് അപ്പുനെ തോൽപ്പിക്കാനാകില്ല മക്കളെ. അപ്പു ഒന്നും ശ്രദ്ധിക്കാതെ ഒരു യാത്രക്ക് ഇറങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? അത് പിന്നെ നമ്മള് വരുന്ന വഴിക്കേ പുഴയില് പരലിനെ കണ്ടില്ലേ? അപ്പോഴത്തെ കുളിക്കാൻ ഇറങ്ങിയില്ലേ? എന്താന്ന് വെച്ചാ അങ്ങോട്ട് പറഞ്ഞു തൊലക്ക്. അത് ദേ പോക്കറ്റിൽ കിടന്ന് നനഞ്ഞു പോയി. അതാണ് അപ്പു. അപ്പുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ. അപ്പു ഒന്നും ശ്രദ്ധിക്കാതെ തീപ്പെട്ടി വെള്ളത്തിൽ നനയ്ക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. പേടിക്കുന്നത് എന്തിനാ? ഞങ്ങൾ ഇവിടെ നിൽക്കല്ലേ, ഓരാന്ന് നല്ല നിലാവും. ഞാൻ ഇവിടെ എത്തുകാരനാ മക്കളെ. അതാണ് ഉത്തരം. ആരെന്ന് നേരെ തെളിച്ച് പറയരുതോ? ആലും ചോട്ടി വന്ന് നിന്നപ്പോഴേ എനിക്ക് തോന്നി. അമ്മ പറഞ്ഞിട്ടുണ്ട് സന്ധ്യ കഴിഞ്ഞ ആലും ചോട്ടി പ്രേതം കാണുമെന്ന്. അമ്മ ഇങ്ങനെയൊക്കെയാ പറയണത്? വേണ്ട, നിങ്ങൾ നമ്മളെ കൊല്ലാൻ നോക്കിയല്ലേ? ഞാനെന്തിനാ മക്കളെ നിങ്ങളെ കൊല്ലുന്നത്? എനിക്ക് എണീക്കാൻ പറ്റണില്ല. 2 വടി വേണം. എന്റെ വടിയെ നാട്ടിൽ ഒരു തല നരച്ചോൻ കട്ടോണ്ട് പോയി. കിച്ചേട്ടാ വേണ്ട, അടുത്തെത്തി രൂപമൊക്കെ മാറി വെള്ളയൊക്കെ ഉടുത്ത് പല്ലൊക്കെ നീട്ടി. വടി ഞാനെടുത്ത് തരാം. കിച്ചേട്ടാ, ആലിൻചോട്ടി ഒറ്റയ്ക്ക് പോവല്ലേ? മക്കളെ, ആലിൻ ചുവട്ടില് ഭൂതോ ഇല്ല, പ്രേതോ ഇല്ല. രാത്രിയാകുമ്പോ മരങ്ങൾ അശുദ്ധവായു പുറത്തു വിടും. ആല് വലിയ മരമല്ലേ? അപ്പോ ആൽമരച്ചോട്ടിൽ കിടന്നവരാരെങ്കിലും ഒരാൾ അശുദ്ധവായു ശ്വസിച്ചു മരിച്ചു പോയിട്ടുണ്ടാകാം. അല്ലാതെ ആൽമരച്ചോട്ടില് ഭൂതോ ഇല്ല, പ്രേതോ ഇല്ല. വടി കിട്ടിയ ഞാൻ ഉഷാറാകും. എനിക്ക് നടക്കാനും പറ്റും. മോനെ, മോന് നല്ലത് വരട്ടെ. അല്ല, നിങ്ങൾ എന്താ ഈ ഇരുട്ട് വച്ച നേരത്ത്? അത് പുഴയുടെ വായ കണ്ടുപിടിക്കാനാ അപ്പുവിന്റെ ആഗ്രഹമാണ്. നമ്മളെല്ലാത്തിനും ഒരുമിച്ചാണല്ലോ. അപ്പൊ പ്രേതം അല്ലേ? തൊട്ടു നോക്ക്. അപ്പൊ നമ്മളെ സഹായിക്കോ? അയ്യോ, ഞാൻ എങ്ങനെ സഹായിക്കാനാ? നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പുഴ തുടങ്ങുന്ന സ്ഥലം കാണാൻ പോവാണെന്ന്. കണ്ടുപിടിക്കാൻ സഹായിക്കുമോ എന്ന്. അത് പിന്നെ എനിക്കറിയാം അപ്പൂപ്പന് നമ്മളെ സഹായിക്കണമെന്നുണ്ടെന്ന്. ശരിക്കും ഞങ്ങൾക്ക് കണ്ടെത്താനുള്ളതേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ പിന്നെ അപ്പൂപ്പൻ വരോ? ഈ അപ്പു ലോക തോൽവിയാ. അപ്പൂപ്പൻ വരോ? വരാതെ എവിടെ പോവാനാ? അത് ശരിയാ. അപ്പൂപ്പന്റെ ആ നിൽപ്പും ഒരാലോചനയും ഒക്കെ കണ്ടാൽ അറിയാം വരാൻ നിൽക്കുകയാണെന്ന്. അപ്പോൾ ready? 1, 2, 3 ഞാൻ വരാം. എനിക്കും അതൊന്ന് കാണണമല്ലോ.
അതൊക്കെ പഴയ ഒരു കഥയാ. ഞാൻ എൻ്റെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും ഒക്കെ പഠിപ്പിക്കുമായിരുന്നു. പഠിക്കുന്നവരോ അവിടത്തെ തമ്പ്രാക്കന്മാരുടെ മണ്ടൻ നിയമങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആർക്കാ അതിൽ കുറ്റം മുഴുവൻ വിദ്യ പഠിപ്പിച്ച എന്റെ തലയിൽ. ഒറ്റയ്ക്ക് നടക്കാറുന്ന എന്നെ പിന്നീന്ന് തമ്പ്രാന്റെ ശിങ്കിടികൾ വെട്ടി. വേദനിച്ചില്ലേ അപ്പൂപ്പന്? ഏയ് വേദനിച്ചില്ല. വെട്ടുമ്പോ നല്ല സുഖമായിരിക്കുമല്ലോ. എന്നിട്ട് ചത്തില്ല. ദേ ഇങ്ങനെയൊക്കെ വന്നേ. അവർ നടന്ന് എത്തിയതോ ആനയുടെയും ഉറുമ്പിന്റെയും കാക്കയുടെയും അടുത്ത്. അവർ 3 പേരും തർക്കത്തിലാണ്. അവർക്കൊരു പഴം കിട്ടി. അത് ആർക്കെന്നതാണ് തർക്കം. ശരിക്കും ആ പഴം ഞെട്ടോടെ കൊത്തിയെടുത്തത് കാക്കയാണ്. ആദ്യം കണ്ടതും ഉറുമ്പും, എന്നാൽ അതിൽ ആദ്യം തൊട്ടതോ ആനയും. എന്താ അവിടെ ഒരു തർക്കം? ഇത് പറ്റി? ഓ അത്രയുള്ളോ? ഈ പഴം 3 പേർക്കും വേണം അല്ലേ? നല്ല തടിമിടുക്കുണ്ടല്ലോടാ. നിനക്ക് വല്ല ജോലിയും ചെയ്ത് ജീവിച്ചൂടെ? അതൊക്കെ ഇരിക്കട്ടെ. ഈ പഴം 3ആയി പകുത്താൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. മക്കളെ, ആ പഴം ഒന്ന് 3ആയി പകുത്തേ. ആരെങ്കിലും ഒരാൾ മതി. മോൻ ചെന്നേ. സംസാരിക്കണോ അപ്പുവേ? കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കാട് ഏകദേശം തീരാറായി എന്ന് തോന്നുന്നു. ആകാശം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട്. കാട് തീരാറായി എന്ന് തോന്നുന്നു. ഒരു തെളി
കാണുന്നുണ്ട്, ഇല്ലേ മക്കളെ? ശരിയാണ്. അമ്പിളിമാമൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് വലിയ മറവില്ലാതെ കാണാം. ഒരു വിളക്കിന്റെ വെളിച്ചം കാണുന്നുണ്ടല്ലേ? ഇനി എത്ര ഗ്രാമം കാടും കടക്കാനുണ്ട് ഈ പുഴയുടെ വായ കണ്ടെത്താൻ? കാടും മഴയും കയറി ആ കുഞ്ഞുങ്ങൾ ക്ഷീണിക്കും. നേരത്തെ വെളിച്ചം കണ്ട വീട് ദേ എത്താറായി. അവിടുന്ന് ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നേരത്തെ വെളിച്ചം കണ്ട വീട് അതായിരിക്കും. പക്ഷേ അവിടെ എന്തോ ഒരു ബഹളം. അതിനെ തല്ലിക്കൊല്ല്. ഞാൻ രക്ഷിക്കുന്നു വിളിച്ചാൽ എന്നെ രക്ഷിക്കാനാണ്, ആ പാമ്പിനെ രക്ഷിക്കാനല്ല. രക്ഷിക്കുമ്പോ എല്ലാരെയും രക്ഷിക്കണ്ടേ? ഇല്ലെങ്കിൽ അത് ശിക്ഷിക്കലൂടെ അല്ലേ? അത് ഇനിയും വരും. ഇല്ല, വരില്ല. ഉറപ്പാണോ? അതെ, അതിനകത്ത് പെട്ടുപോയതാണ്. നിങ്ങളെ കണ്ട് പേടിച്ചു പോയതാണ്. എന്നാ പിടിച്ചോ. ചേട്ടൻ കൊള്ളാലേ. എന്നാ നിങ്ങൾക്ക് വേണ്ട, ഒരു സഹായം ചെയ്യാൻ പറ്റോ? കൊള്ളാം, അതല്ലേ എന്റെ പണി. എന്ത് പണി? സഹായം ചെയ്യല്. എങ്കിൽ ഞങ്ങളെ സഹായിക്കുക. ഈ പുഴ തുടങ്ങുന്ന സ്ഥലത്തെത്തണം. അത്രേ ഉള്ള. വാ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പേടിക്കുന്നത് വാ. അയ്യോ, എനിക്ക് വരാൻ പറ്റൂല. അതെന്താ? എന്തെന്ന്? ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ എനിക്കത് കഴിക്കണം. നമ്മൾ കാത്തിരിക്കാം. അത് കഴിച്ചിട്ട് അതില്ല, കഴിക്കുന്ന ചോറ് എന്തായാലും ബാക്കി വരും. അത് കളയാനേ മനസ്സ് വരൂല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും കഴിക്കും. നിങ്ങൾ പോക്കോ. നിങ്ങൾ വാ മക്കളെ. ഇവനെ കൂടി കൊണ്ടുപോക്കോ. ഇവൻ ഈ കാട്ടിലെ വഴിയെല്ലാം അറിയാം. നമുക്ക് പോകാം. വഴിയൊക്കെ കൃത്യമായി കാണിച്ചു കൊടുക്കണേ. തിരിച്ചു വരുമ്പോ വെറും കൈയോടെ വരലും. ആരെ പറ്റിച്ചിട്ടാണെങ്കിലും അരി മോഷ്ടിച്ചോണ്ടേ വരാവൂ. ഉത്ഭവം തേടി വരുന്ന ഈ പുഴയുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഗ്രാമത്തിന്റെ ഏക ആശ്രയം. ആ
കള്ളി തേങ്ങാക്കള്ളി വെള്ളം കള്ളി മണ്ണെണ്ണ കള്ളി കള്ളികളെ 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 കള്ളികളെ. നമ്മുടെ ഗ്രാമം പോലൊരു സ്ഥലം, അടുത്തടുത്ത് കുഞ്ഞു വീടുകൾ, അവിടെയെല്ലാം വെളിച്ചം കാണുന്നുണ്ടല്ലോ. നിലാവ് മറയും പോലെ തോന്നുന്നു ഇല്ലേ മക്കളെ? ശരിയാ. മഴയ്ക്കുള്ള കോണാണ്. ദേ ആ ഭാഗത്താണ് കൂടുതൽ ഇരുള്. നമുക്ക് ദേ ഇവിടെ ഒതുങ്ങിക്കൂടി ഇരിക്കാം. ഓ, മഴ പെയ്താലും അധികം നനയത്തില്ല. ഓ, നല്ല ക്ഷീണം. അവരെല്ലാവരും പതിയെ ഉറങ്ങി തുടങ്ങി. അന്ന് നല്ല കാറ്റായിരുന്നു, ഇതുപോലെ തണുക്കുന്നു. നമ്മൾ ഉറങ്ങിയപ്പോൾ അവിടെ ആ കുരങ്ങൻ മാത്രം പരിഭ്രമിച്ചോടി നടക്കുകയായിരുന്നു. പുഴ കവിഞ്ഞു തുടങ്ങിയിരുന്നു. വെള്ളം വീടുകളിലേക്ക് കയറി തുടങ്ങും മുമ്പ് മഴ തുടങ്ങി. നമ്മളൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവർ മോളെ ചെല്ല്, കൈയും കാലും ഒക്കെ ഒന്ന് തിരുമ്മി കൊടുക്ക. എല്ലാം പോയി, വീടും വകയും എല്ലാം. ഒന്നും കാണാനില്ല. ഇതിന് മേലെ വെള്ളത്തിൽ ഒലിച്ചു പോയാൽ മതിയായിരുന്നു. ശരിയാ, ഒലിച്ചു പോയാൽ മതിയായിരുന്നു. അങ്ങനെ പറയല്ലേ, നിങ്ങൾ പോയതൊക്കെ തിരിച്ചു നേടണം അല്ലേ പപ്പ? ആ, അതിജീവിക്കണം. ഒന്നിൽ നിന്ന് തുടങ്ങണം, ഒന്നേന്ന് തുടങ്ങണം. ഞങ്ങളുണ്ട് കൂടെ. ആ, നമുക്കാദ്യം എല്ലാം ഒന്ന് എഴുതി ചിന്തിക്കാം. അതിന് ഞങ്ങൾക്ക് എഴുതാനൊന്നും അറിയില്ല. എന്നാൽ ആദ്യം എഴുതാൻ പഠിക്കണം. പിന്നെ പുതിയ പണികൾ പഠിക്കണം. പാടാൻ പഠിക്കാം, നാടകം ചെയ്യാനും പഠിക്കാം. നമുക്കെല്ലാവർക്കും കൂടി അങ്ങ് അതിജീവിക്കാം. നിങ്ങൾ റെഡിയാ? നിങ്ങൾ റെഡിയാ? ഓടിച്ചാടി ചാടി നടക്കാൻ റെഡിയാ? എന്നോന്ന് തയ്യാറാണോ എന്ന്? തയ്യാർ. അങ്ങനെയല്ല, ഉറക്കെ തയ്യാർ. ഉറക്കെ. തയ്യാർ.
ഗ്രാമത്തിന്റെ കഥ. ഇതാണ് നമ്മുടെ ഈ തലപ്പകത്തിന്റെ കഥ. അപ്പന്റെയും കുട്ടികളുടെയും സ്നേഹത്തിന്റെ കഥ. ഹലോ, കോഴിക്കോട് വന്നോ? നമ്മുടെ കഥ കേൾക്കാനോ? ഞങ്ങൾ ഇപ്പൊ ആലപ്പുഴക്കാർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. തീർന്നിരിക്കുന്നു, വെച്ചോ. കഥ കുറെ പേരോട് പറയാനുണ്ട് ഇനിയും. എന്നാ വാട്സപ്പിൽ വന്ന നമ്മുടെ പാട്ട് കേട്ടേ. പിടിച്ചോ. അന്തിയാകും നേരത്ത് അന്തിമാനം സമ്മാനം വലയിട്ടി കൈകളൊക്കെ കയറുപിടിക്കും. വലയിട്ടി പുഴയിൽ നിന്നോ മീൻ പിടിക്കും. അന്തിയാകും നേരത്ത് അന്തിമാനം സമ്മാനം വലയിട്ടി കൈകളൊക്കെ കയറുപിടിക്കും. വലയിട്ടി പുഴയിൽ നിന്നോ മീൻ പിടിക്കും. കൈകളൊക്കെ കയറുപിടിക്കും.